Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 38 ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ പമ്പ് ഓപ്പറേറ്റർ, സബ് എഞ്ചിനീയർ, അതുപോലെ IT ഇലക്ട്രീഷ്യൻ ലെവൽ, ഡിപ്ലോമ ലെവൽ എക്സാംസിനും എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയുള്ള എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ 23-ാം തീയതി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സബ് എഞ്ചിനീയറിൻ്റെ. ഓക്കെ, അതോടൊപ്പം തന്നെ ഡെയിലി നമുക്ക് 3 hours ആണ് അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്. ഇതുവരെ നമ്മൾ പമ്പ് ഓപ്പറേറ്ററിൻ്റെ 15ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെയും ഒരു 90ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലൈവ് ടൈമിങ്ങിൽ വരിക. ഇന്ന് രാത്രി 9:30 ഒരു ഡിസ്കഷനുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ അക്കാഡമിയിൽ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ന്യൂ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഡിഗ്രി നമ്മുടെ LDC അതുപോലെ LGS എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ് അക്കാഡമി. ഇപ്പോൾ 100 ഡേയുടെ ഒരു ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം ന്യൂ സിലബസ് പ്രകാരം 10th ലെവൽ ജേതാവിൻ്റെ ഒരു ബാച്ച് 23rd ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, 11 എഡ്യൂക്കേറ്റേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ ദൗത്യത്തിൻ്റെ 75 day ക്രാഷ് കോഴ്സ് ഫോർ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം, സെക്കൻഡറി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി 24th ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് കോഴ്സ് HSC സോഷ്യൽ സയൻസിൻ്റെ ജൂൺ 23 മുതൽ അക്കാഡമി പ്ലസിലാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ജേതാവിൻ്റെ 100 ഡേയുടെ കോംപ്രിഹെൻസീവ് കോഴ്സ് ഫോർ LGS മെയിൻ എക്സാം 10th ലെവൽ 17th ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അപ്പോൾ 2nd ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിങ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാകും. ജേതാവ് T20 Monday to Saturday 8 PM 20 minutes 20 questions ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റാണ്. ബേസ്ഡ് ഓൺ LDC ആൻഡ് LGS മെയിൻ സിലബസ് പ്രകാരമാണ്. അപ്പോൾ തന്നെ ഫ്രീ ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. അതിൽ റാങ്ക് 1 to 3, 4 to 13, 14, 20 ഇടയ്ക്ക് വരുന്നവർക്ക് സബ്സ്ക്രിപ്ഷൻസും ഉണ്ട്. പ്ലസ് ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, അതുപോലെ അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഓരോ മന്ത്ലി ഫീസും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 10% ഓഫുണ്ട്. അതോടൊപ്പം ഇപ്പോഴുള്ളൊരു ഓഫറാണ് 6+1 കോംബോയും 12+2 കോംബോയാണ്. ഫസ്റ്റ് 500 സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. 6 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 1 മാസം കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. ഒരു 13th ജൂൺ വരെ മാത്രമേ ഈ ഒരു ഓഫർ വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമി. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: arc heating occurs when air between electrode of opposite polarity becomes arc heating occurs when the air between electrodes of opposite polarity becomes moistened ആണോ, ഡ്രൈ ആണോ, അയണൈസ്ഡ് ആണോ, നൺ ഓഫ് ദി എബോ ആണോ? എന്താണ് ആർക്ക് ഹീറ്റിംഗ് വരുമ്പം എയർ ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ത് ചെയ്യാണ്? അയണൈസ് ചെയ്യാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ മീറ്റർ യൂസ് ടു മെഷർ ദി ടെമ്പറേച്ചർ ഓഫ് എ ഫർണൈസ്. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് എ ഫർണൈസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്റർ ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണോ, ഹൈഗ്രോമീറ്റർ ആണോ, പൈറോമീറ്റർ ആണോ, ടാക്കോമീറ്റർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, പൈറോമീറ്റർ ആണ്. ഓക്കെ, ഹൈഗ്രോമീറ്റർ ആണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും, ടാക്കോമീറ്റർ ആണെങ്കിൽ സ്പീഡ് ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് പാർട്ട് ഈസ് പ്രൊവൈഡഡ് ഇൻ എ ബാറ്ററി ചാർജർ ടു പ്രിവെൻറ്റ് ദി ഫ്ലോ ഓഫ് എക്സസീവ് കറണ്ട് ഇൻ ടു ദ ബാറ്ററി? ഏത് പാർട്ടായിരിക്കും നമ്മൾ ബാറ്ററി ചാർജിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ദി ഫ്ലോ ഓഫ് എക്സസീവ് കറണ്ട് ഇൻ ടു ദ ബാറ്ററി? കോയാസ് സെലക്ടർ ആണോ, ടൈം സെലക്ടർ സ്വിച്ച് ആണോ, ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ആണോ, ട്രാൻസ്ഫോമർ ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫിൽട്ടർ സർക്യൂട്ട് ഇൻ എ ബാറ്ററി ചാർജർ ദ ഔട്ട്പുട്ട് ഫിൽട്ടർ കപ്പാസിറ്റർ ഈസ് ഓപ്പൺഡ്? ഫിൽട്ടർ സർക്യൂട്ടിന് എന്ത് പറ്റും? നമ്മുടെ ബാറ്ററി ചാർജറിലുള്ള ഔട്ട്പുട്ട് ഫിൽട്ടർ കപ്പാസിറ്റർ ഓപ്പൺ ആവുകയാണെങ്കിൽ വിൽ നോട്ട് ഫങ്ഷൻ, വിൽ മേക്ക് ഹമ്മിങ് നോയ്സ്, മോർ കറണ്ട് വിൽ ഫ്ലോ, നോ ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്ത് പറ്റും? ഹമ്മിങ് നോയ്സ് പ്രൊവൈഡ് ചെയ്യും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ 2 റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് ടു ബി പ്ലോട്ടഡ് ഫോർ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഫോർ DC ഷണ്ട് ജനറേറ്റർ? ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് DC ഷണ്ട് ജനറേറ്ററിൻ്റെ? ഫീൽഡ് കറണ്ട് വേഴ്സസ് നോ ലോഡ് വോൾട്ടേജ് ആണോ, ആർമേച്ചർ കറണ്ട് വേഴ്സസ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണോ, ലോഡ് കറണ്ട് വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് ആണോ, അതോ ലോഡ് കറണ്ട് വേഴ്സസ് ഇൻഡ്യൂസ്ഡ് EMF ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലോഡ് കറണ്ട് വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് ആണ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ജനറേറ്റർ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് വിൽ ഹാപ്പൻ ടു എ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ? ദ ജനറേറ്റർ റൺസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. ജനറേറ്റർ റിവേഴ്സ് ഡയറക്ഷൻ റൺ ചെയ്യുമ്പോൾ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ത് പറ്റും? EMF ഇൻഡ്യൂസ് ചെയ്ത EMF കൂടുമോ? അത് നോ ചേഞ്ച്, EMFന് ചേഞ്ച് ഒന്നുമില്ല. അതുപോലെ സ്പാർക്ക് വിൽ പ്രൊഡ്യൂസ് ഇൻ ദ കമ്മ്യൂട്ടേറ്റർ ആണോ, അതോ റെസിഡ്യൂൽ മാഗ്നറ്റിസം ഇൻ ദ പോൾ വിൽ ബി ഡിസ്ട്രോയിഡ്? എന്ത് പറ്റും? റിവേഴ്സ് ഡയറക്ഷൻ ജനറേറ്റർ റൺ ചെയ്യുകയാണെങ്കിൽ റെസിഡ്യൂൽ മാഗ്നറ്റിസം ഇൻ ദ പോൾ വിൽ ബി ഡിസ്ട്രോയിഡ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഡിലേഡ് റെസ്പോൺസ് ടൈം ഡയാസ്റ്റ് ഫ്യൂസ്? ഓക്കെ,
എന്താണ് വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഡിലേഡ് റെസ്പോൺസ് ടൈപ്പ് ഡയാസ്റ്റ് ഫ്യൂസ്. നമുക്ക് രണ്ട് റെസ്പോൺസ് ഉണ്ട്. നമ്മുടെ ഈ ഫ്യൂസ് രണ്ട് റെസ്പോൺസ് ഉണ്ട്. ഒന്ന് ഡിലേഡ് റെസ്പോൺസും ക്വിക്ക് റെസ്പോൺസും. അങ്ങനെയാണെങ്കിൽ ഡിലേഡ് റെസ്പോൺസിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് മോട്ടോർ സർക്യൂട്ടാണോ, ഹീറ്റിംഗ് സർക്യൂട്ടാണോ, ലൈറ്റിംഗ് സർക്യൂട്ടാണോ, ഇലക്ട്രോണിക് സർക്യൂട്ടാണോ? എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ മോട്ടോർ സർക്യൂട്ട്. ഓപ്ഷൻ എ ആണ് വരുന്നത്, മോട്ടോർ സർക്യൂട്ട്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ലോങ് parallel conductors is inversely proportional to. The force between two long parallel conductors is inversely proportional to current in one conductor, distance between the conductors, radius of conductor, product of current in two conductors. ഇതായിരിക്കും. It is option B, distance between the conductors ആയിരിക്കും. ഓക്കെ. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, which of the following circuit element will oppose the change in the circuit current? Which of the following circuit elements will oppose the change in the circuit element? Inductance ആണോ, resistance ആണോ, capacitance ആണോ, all of the above? It is option A, inductance. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, the color of light of mercury vapor lamp. Mercury vapor ലാമ്പിൻ്റെ കളർ ഏതാണ്? ഗ്രീനിഷ് ബ്ലൂ, യെല്ലോ, പിങ്ക്, വൈറ്റ്. ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഗ്രീനിഷ് ബ്ലൂ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രീക്വൻസി ഹാസ് ദ ലോങ്ങസ്റ്റ് ടൈം പീരീഡ്? ഏതിലായിരിക്കും? 1 ഹേർട്സ് ആണോ, 1 കിലോ ഹേർട്സ് ആണോ, 10 ഹേർട്സ് ആണോ, 10 കിലോ ഹേർട്സ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം ഈക്വൽ ടു എന്താണ്? 1/f ആണ്. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ ടൈം പീരീഡ് വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ, 1 ഹേർട്സ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ജനറേറ്റർ മാക്സിമം വാല്യൂ ഓഫ് EMF ഈസ് ജനറേറ്റഡ് വിത്തിൻ ദ കോയിൽ ആക്സിസ് ഈസ് അറ്റ്. ജനറേറ്ററിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ ഓഫ് EMF ജനറേറ്റഡ് വിത്തിൻ ദ കോയിൽ ആക്സിസ് ഈസ് അറ്റ് 45 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ് ആണോ, 90 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ് ആണോ, 180 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ് ആണോ, അത് 0 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസിലാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, 90 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ് ആണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ചോക്ക് കോയിൽ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് ഫ്ലൂറസൻ ലാമ്പ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട്. ഒരു ഫ്ലൂറസൻ ലാമ്പിൻ്റെ ചോക്ക് കോയിൽ ഷോർട്ട് സർക്യൂട്ട് ആയാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? lamp become brighter ആണോ, lamp becomes less bright ആണോ, current becomes so large that it damages the tube ആണോ, short circuit is noticed only after the lamp is switched on again. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്, കറണ്ട് ബിക്കം സോ ലാർജ് ദാറ്റ് ഇറ്റ് ഡാമേജസ് ദി ട്യൂബ് ഡാമേജ് ആവാൻ തന്നെ സാധ്യതയുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ കോണ്ടാക്ടർ കോയിൽ ഈസ് ഡിസൈൻഡ് ഫോർ 220 വോൾട്ട് DC. വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് കണക്റ്റഡ് ടു 220 വോൾട്ട് AC? ഒരു കോണ്ടാക്ടർ ഓയിൽ 220 വോൾട്ട് AC DC-ലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനെ 220 വോൾട്ട് AC-യിൽ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് പറ്റും? Too large a current is drawn by the coil and it is destroyed. Too small a current is drawn by the coil and operation of the contactor is no longer certain. It draws the same current, it works better. This option B ആണ് വരുന്നത്. Too small a current is drawn by the coil, but operation of contactor is no longer certain. Okay. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഈ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് എ 200 വോൾട്ട് AC ലൈൻ. ഇറ്റ്സ് മിനിമം വോൾട്ടേജ് റേറ്റിംഗ് ഷുഡ് ബി. ഒരു കപ്പാസിറ്റർ 200 വോൾട്ട് AC ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മിനിമം വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 100 വോൾട്ട് ആണോ, 200 വോൾട്ട് ആണോ, 300 വോൾട്ട് ആണോ, 400 വോൾട്ട് ആണോ? എത്രയാണ് മിനിമം? ആ ഒരു മിനിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, 300 വോൾട്ട് ആണ്. മിനിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട് ആണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ പവർ ഫാക്ടർ ഓഫ് എ 3-phase ലോഡ് ഈസ് ലെസ് ദാൻ 0.5 വൈൽ മെഷറിംഗ് പവർ ബൈ 2 watt meters. ഓക്കെ. അപ്പോൾ നമ്മുടെ പവർ ഫാക്ടർ 3-phase ലോഡിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണ്. അപ്പം നമ്മൾ ആ ഒരു 2 watt meters-ൻ്റെ പവർ മെഷർ ചെയ്യാം. എന്ത് പറ്റും? വൺ ഓഫ് ദി വാട്ട് മീറ്റർ ഗീവ് 0 റീഡിംഗ്, വൺ ഓഫ് ദി വാട്ട് മീറ്റർ ഗീവ് നെഗറ്റീവ് റീഡിംഗ്, ബോത്ത് വാട്ട് മീറ്റർ ഗീവ് പോസിറ്റീവ് റീഡിംഗ്, വൺ ഓഫ് ദ വാട്ട് മീറ്റർ കിക്സ് ബാക്ക്വേർഡ്. ഓക്കെ. ഇത് നമ്മുടെ PSC ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, വോൾട്ടേജ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ നിയോൺ സൈൻ ട്യൂബ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഓക്കെ. വോൾട്ടേജ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ നിയോൺ സൈൻ ട്യൂബ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡയമീറ്റർ ഓഫ് ട്യൂബ് ആണോ, ഗ്യാസസ് ഇൻ ദ ട്യൂബ് ആണോ, ലെങ്ത് ഓഫ് ദി ട്യൂബ് ആണോ, തിക്നെസ് ഓഫ് ദി ട്യൂബ് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്, ലെങ്ത് ഓഫ് ദി ട്യൂബ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, സോൾഡറിംഗ് ഓഫ് എ ബ്രിട്ടാനിയ ജോയിൻറ്റ് ഈസ് നെസസറിലി ടു അവോയ്ഡ് ലൂസനിങ് ഓഫ് ദി ജോയിൻറ്റ് ഡ്യൂ ടു. സോൾഡറിംഗ് ബ്രിട്ടാനിയ ജോയിൻറ്റ് എന്ന് പറയുന്നത് ടു അവോയ്ഡ് ലൂസനിങ് ഓഫ് ദി ജോയിൻറ്റ് ഡ്യൂ ടു വൈബ്രേഷൻസ് ആൻഡ് ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ, ടെമ്പറേച്ചർ ആണോ, കൊറോഷൻ ഡ്യൂ ടു ഗാൽവാനിക് ആക്ഷൻ ആണോ, കൊറോഷൻ ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് ആണോ, ഓവർ ഹീറ്റിംഗ് ആണോ? ഇതാണ്. ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് വരുന്നത്, വൈബ്രേഷൻസ് ആൻഡ് ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടെമ്പറേച്ചർ ആണ് വരുന്നത്. ഓക്കെ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടെസ്റ്റിംഗ് ഓഫ് വയറിംഗ് ഇൻസ്റ്റലേഷൻ ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടു എൻഷുർ ദാറ്റ്. ദ ടെസ്റ്റിംഗ് ഓഫ് വയറിംഗ് ഇൻസ്റ്റലേഷൻ ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടു എൻഷുർ ദാറ്റ്
എങ്ങനെയാണ്? ഓൾ കണ്ടക്ടേഴ്സ് ഹാവ് ഹൈ ഓമിക് വാല്യൂസ് ഇൻ ദ സർക്യൂട്ട് ആണോ? ഓൾ ഔട്ട്ലെറ്റ് പോയിന്റ്സ് ആർ എർത്ത് പ്രോപ്പർലി ടു ഗ്രൗണ്ട് ആണോ? ലീക്കേജ് കറണ്ട് ബിയോണ്ട് ദ സ്റ്റിപ്പുലേറ്റഡ് വാല്യൂ ഡസ് നോട്ട് ഫ്ലോ ടു എർത്ത് ആണോ? ലൈവ് ആൻഡ് ന്യൂട്രൽ കണ്ടക്ടേഴ്സ് ഇൻ ദ ഇൻസ്റ്റലേഷൻ ആർ കണ്ടിന്യൂസ് ആണോ? ഏതാണ്? ഇറ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ലീക്കേജ് കറണ്ട് ബിയോണ്ട് ദ സ്റ്റിപ്പുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോ ഓഫ് എർത്ത് ഡസ് നോട്ട് ഫ്ലോ ടു ദ എർത്തിലോട്ട് പോകത്തില്ല. അതാണ് നമ്മുടെ ടെസ്റ്റിംഗ് ഓഫ് വയറിംഗ് ഇൻസ്റ്റലേഷൻ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രേക്കിംഗ് ടോർക്ക് ഇൻ എനർജി മീറ്റർ ഈസ് എ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ടു. ബ്രേക്കിംഗ് ടോർക്ക് ഇൻ എനർജി മീറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ബ്രേക്ക് ദ ഇൻസ്ട്രുമെൻ്റ് ആണോ? ബ്രിങ് എനർജി മീറ്റർ ടു സ്റ്റാൻഡ് സ്റ്റിൽ ആണോ? സേഫ് ഗാർഡ് ഇറ്റ് അഗെയിൻസ്റ്റ് ക്രീപ്പ് ആണോ? മെയിൻറ്റെയിൻ സ്റ്റഡി സ്പീഡ് ആൻഡ് ഈക്വൽ ടു ഡ്രൈവിംഗ് ടോർക്ക് ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മെയിൻറ്റെയിൻ സ്റ്റഡി സ്പീഡ് ആൻഡ് ഈക്വൽ ടു ഡ്രൈവിംഗ് ടോർക്ക് ആണ്. അടുത്ത 21. ദ സ്കെയിൽ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഈസ് ഓഫ്. യൂണിഫോം ആണോ? ലോഗരിതം ആണോ? നോൺ ലീനിയർ ആണോ? സ്ക്വയർ ലോ സ്കെയിൽ ആണോ? ഏതാണ്? ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ യൂണിഫോം സ്കെയിൽ ആണ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് സെക്കൻഡറി വോൾട്ടേജ് ഫോർ എ പി ടി യൂസ്ഡ് ഇൻ പവർ സിസ്റ്റം. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ സെക്കൻഡറി വോൾട്ടേജ് എത്ര? 1 വോൾട്ട്, 5 വോൾട്ട്, 50 വോൾട്ട്, 110 വോൾട്ട്. എത്രയാണ്? ഓപ്ഷൻ ഡി 110 വോൾട്ട്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഓൾവേസ് ഇൻഡിക്കേറ്റ്സ് ട്രൂ RMS വാല്യൂ ഇറസ്പെക്റ്റീവ് ഓഫ് ദി വേവ് ഫോം. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ? മൂവിങ് അയൺ ആണോ? ഡിജിറ്റൽ ആണോ? തെർമോ കപ്പിൾ ആണോ? നൺ ഓഫ് ദി എബോ. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി തെർമോ കപ്പിൾ മീറ്റർ ആണ്. ഓപ്ഷൻ സി തെർമോ കപ്പിൾ മീറ്റർ ആണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. എ വോൾട്ട്മീറ്റർ ഗീവ്സ് ഇൻഅക്യുറേറ്റ് റീഡിംഗ് ടു മെഷർ ദി ഡ്രോപ്പ് അക്രോസ് എ ലോ റെസിസ്റ്റൻസ് ബിക്കോസ്. ഒരു വോൾട്ട്മീറ്റർ ഇൻഅക്യുറേറ്റ് റീഡിംഗ് ആണ് കാണിച്ചത് ടു മെഷർ ദി ഡ്രോപ്പ് അക്രോസ് എ ലോ റെസിസ്റ്റൻസ് ബിക്കോസ് higher scale has been selected, the current drawn by the meter is too low, the sensitivity of the meter is too low, none of the above. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. മീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്, ലോ ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ദ ടു പ്രഷർ കോയിൽ ഇൻ പവർ ഫാക്ടർ മീറ്റർ ഈസ്. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ദ ടു പ്രഷർ കോയിൽസ് ഇൻ പവർ ഫാക്ടർ മീറ്റർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ഡിഗ്രി ആണോ? അതോ അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി ആണോ? എക്സാക്ട്ലി 0 ഡിഗ്രി ആണോ? അതോ എക്സാക്ട്ലി 90 ഡിഗ്രി ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി എക്സാക്ട്ലി 90 ഡിഗ്രി ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് ലൈവായിട്ടുള്ള അക്കാഡമിയിൽ ലൈവ് ക്ലാസ്സിൽ വരാൻ നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജൂലൈ 1 നമ്മുടെ മെഷർമെൻറ്റ്സ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ എക്സാം ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ടോപ്പിക് വൈസ് MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം പഠിക്കുക. ഓക്കെ. താങ്ക് യു.